ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റിൻസീസ് ടേസ്റ്റി ബൈറ്റ്സ്. ഇപ്പം നോമ്പ് കാലമല്ലേ, അപ്പോൾ നമുക്ക് ഒരു വെജ് പുലാവും ബട്ടർ മഷ്റൂം മസാല ഉണ്ടാക്കിയാലോ. അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം ഒരു 1 ടീസ്പൂൺ ബട്ടർ, അതുപോലെ 1/2 കപ്പ് ഓയിലെടുത്ത് ചൂടാക്കുക. ഇതിലേക്ക് ഒരു 4 ഏലക്ക, അതുപോലെ 1 ടീസ്പൂൺ സാജീര. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും, ഇതുപോലെ ഷോപ്പിൽ പോയി പറഞ്ഞാൽ സാജീര എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ 2 തക്കോലം, ഒരു കഷ്ണം പട്ട, ഞാനത് മുറിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു വറ്റൽമുളക് നമുക്കിതിലേക്ക് കീറിയിടാം. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണ് ഞാൻ അതിലേക്ക് ചേർത്തത്. എന്നിട്ട് നമുക്ക് ആദ്യം ചേർക്കേണ്ട വെജ് പുലാവിൽ നമുക്ക് ആദ്യം ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു 1/2 പൊട്ടാറ്റോ, ഒരു 1 ക്യാരറ്റ്. ഇത് നമുക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് ആദ്യം ചേർക്കാം. എന്നിട്ടിത് നന്നായി ഇങ്ങനെ വഴറ്റാം. ഈ വഴന്ന് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത വെജിറ്റബിൾ ചേർക്കാൻ പാടുള്ളൂ, കാരണം ഇതിന് വേവ് കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് ഇതുപോലെയുള്ള കോളിഫ്ലവർ നമുക്കിതുപോലെ ചെറുതാക്കി അല്ലിയാക്കിയെടുത്ത് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി വഴറ്റുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു സവാള ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തതും ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി വഴന്നു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം ലാസ്റ്റ് മിക്സ് വെജിറ്റബിൾ ഫ്രോസൺ ഞാനിവിടെ കഴുകി മാറ്റി വെള്ളം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അതിലേക്ക് ഒരു പച്ചമുളകും ഞാനതിലേക്ക് ചേർത്തിട്ടുണ്ട്, മുഴുവൻ പച്ചമുളകും, കീറാത്ത ഒരു പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ടത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് സിമ്മിൽ ചെറുതാക്കിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ ഞാൻ ഗ്രാമ്പു ഇടാൻ മറന്നുപോയി, അപ്പോൾ ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പു ഞാൻ ചേർത്തിട്ടുണ്ട്. ഗരം മസാല ഇപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 20 മിനിറ്റ് ബസ്മതി അരി ഞാനിവിടെ കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെള്ളം കളഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഈ അരി ഒന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് വെള്ളം ഒഴിക്കാതെ ആദ്യം ഒന്ന് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. ഈ മിക്സ് വെജിറ്റബിളിൽ തന്നെ കിടന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഇത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ചെയ്താൽ മതി. 2 കപ്പ് ബസ്മതി അരിക്ക് ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് 4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഞാനിവിടെ ചേർത്തു. നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം, പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പിന്നെ ചേർക്കാം. ഇതിലേക്ക് ഒരു പിടി മല്ലിയില ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് ബോയിൽ ചെയ്യാം. അതേസമയം നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് നമുക്ക് ബട്ടർ മഷ്റൂം മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇത് ഫ്രൈ പാൻ ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ മല്ലി, ഉണക്കമല്ലി, അതുപോലെ ഒരു 2-3 നമുക്ക് വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, തക്കാളി, ഇതെല്ലാം 1/2 തക്കാളി, അതുപോലെ 1/2 സവോള, ഇതെല്ലാം കുറച്ച് നമുക്ക് ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഉണക്ക കുരുമുളക് പൊടിക്കാത്തത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വഴന്നതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇത് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നമ്മൾ അരച്ച് ഇതിലേക്ക് ഒപ്പം ഒരു പിടി മല്ലിയിലയും കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് പുതിന ചേർക്കുന്നവരുണ്ട്, ഞാനിതിൽ പുതിന ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു പാൻ എടുത്ത് നമുക്ക് ബട്ടർ മഷ്റൂം മസാല ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1/2 കപ്പ് ഓയിൽ, അതുപോലെ 1 ടീസ്പൂൺ ബട്ടർ, എന്നിട്ട് മഷ്റൂം ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ആദ്യം വാഷ് ചെയ്തതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്യണം. എന്നാലാണ് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ മഷ്റൂം. എന്നിട്ട് ഇത് നന്നായി വഴറ്റുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 പൊട്ടാറ്റോ ഞാൻ ചെറുതാക്കി സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളകും ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിൽ. കാരണം നമുക്ക് മഷ്റൂം കറി ആയി വരുമ്പോൾ നമുക്ക് ഇച്ചിരി മസാല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് പൊട്ടാറ്റോ ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് ബാക്കിയെല്ലാം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും പിന്നെ ഇതിലേക്ക് തന്നെ ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. എന്നിട്ട് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. ചെറിയ സിമ്മിലേക്ക് ഇടുക. ഇത് ഇത്തിരി ലോങ് വീഡിയോ ആണ്, രണ്ടും ഒരേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ലോങ് വീഡിയോ ആക്കിയത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി,
അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ ചെറിയ സ്പൂൺ മതി. അപ്പോൾ നമുക്ക് ഒത്തിരി പൊടികൾ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ വലിയ സ്പൂണല്ല, നമുക്ക് ചെറിയ സ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഞാനിവിടെ ചേർത്തു. ഇത് ഈ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ മിക്സിയിൽ അരച്ച് വെച്ച ഈ അരപ്പുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കിത് മിക്സി കഴുകി ആ വെള്ളം തന്നെ നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം ആവരുത്. കുറുതായി വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള കറിയായിട്ട് കിട്ടണം. നമുക്കിതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചേർത്തത്. പിന്നെ നമ്മുടെ അൽമറായുടെ കുക്കിംഗ് ക്രീം കുറച്ചിതിലേക്ക് ഞാൻ ചേർത്തു. ഇതിനിടയിൽ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ മതി. ഇതൊന്ന് തള വരുമ്പോൾ നമുക്ക് കസ്തൂരി മേത്തി കുറച്ചിതിലേക്ക് കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് നമുക്കങ്ങനെ ഇടാം. അപ്പോൾ നമ്മുടെ വെജ് പുലാവ് അപ്പുറത്തെ ഒരേ സമയം നമുക്ക് 2 കറികളും 2 ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് വെജ് പുലാവിൽ ഇച്ചിരി ഒനിയനൊക്കെ ഞാൻ ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂസും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇച്ചിരി നെയ്യിലൊന്ന് വറുത്ത് ഇതിലേപോലെ ചേർത്തിട്ടുണ്ട്. നമുക്ക് വെജ് പുലാവ് നല്ല ടേസ്റ്റിയാണിത്. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. വെജ് പുലാവും ബട്ടർ മഷ്റൂം മസാല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.